ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ സ്ലോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒഡീഷയെ 2-3 ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു. ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ കൊമ്പന്മാർ ഒരു ഗോളിന് പിന്നിലായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പർ സച്ചിൻ്റെ ഒരു ചെറിയ മിസ്സാണ് ഗോളിലേക്ക് കലാശിച്ചത്. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ 60-ാം മിനിറ്റിൽ തന്നെ കൊമ്പൻ വെടിപൊട്ടിച്ചു. കോറോസിങ്ങിൻ്റെ നൈസ് പാസിലൂടെ എതിർ ഡിഫൻഡേഴ്സ് അറിയാതെ കുതിച്ച പെപ്ര പിടിച്ചെടുത്ത് ഗോൾ കീപ്പറിനെ ഒന്ന് വെട്ടിച്ച് ഒന്ന് കബളിപ്പിച്ച് ഒരു സിമ്പിൾ ഷോട്ട്. 72-ാം മിനിറ്റിൽ വീണ്ടും ഒരു വെടി പൊട്ടിച്ചു. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ ജീസസ് ജിംനസ് പെനാൽറ്റി ബോക്സിൻ്റെ സൈഡിൽ നിന്നും നോഹയുടെ ഒരു ഹെഡ് ക്രോസിന് കാൽ വെച്ച് കൊടുക്കേണ്ടേ വന്നുള്ളൂ. അത് ഗോൾ. അല്പസമയം കഴിഞ്ഞ് തന്നെ ഡൊറിൽട്ടണിലൂടെ ഒഡീഷയും ഗോൾ നേടി സമനില പിടിച്ചു. സെക്കൻഡ് ഹാഫിൻ്റെ എക്സ്ട്രാ ടൈമിൽ 95-ാം മിനിറ്റിലായിരുന്നു നോഹയുടെ മൂന്നാമത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ നേടിയത്. പെനാൽറ്റി ബോക്സിൻ്റെ സൈഡിൽ നിന്നും ഒരു പവർ ഷോട്ട് ഡിഫൻഡറിൻ്റെ കാലിൽ തട്ടിയെങ്കിലും ആ ഷോട്ടിൻ്റെ പവർ കൊണ്ട് ബാൾ കുറച്ചധികം പൊങ്ങി, എന്നാൽ വലയുടെ മുമ്പിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ 3 ഗോളുകളുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ ഉടച്ചു വിട്ടു. എനിക്ക് ഈ കളിയിൽ എടുത്തു പറയാൻ പറ്റുന്ന പേര് കോറോസിംഗ് ആണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് ഇടുക. ഏത് പ്ലെയറാണ് ഇന്നലെ കളിച്ചത്? പിന്നെ കോറോസിംഗ് എങ്ങനെയിരുന്നു? എൻ്റെ അഭിപ്രായത്തിൽ വളരെ അടിപൊളി കളിയാണ്